ചോരുന്ന കൂരട കീഴിൽ ഞങ്ങളന്തി ഉറങ്ങുമ്പോളെ മിന്നുന്ന മിന്നലുമിളിയും ഞങ്ങളെ പേടിപ്പെടുത്താറുണ്ടേ. അമ്മയും ഞാനും കുഞ്ഞനുജത്തിയും പൊട്ടിക്കരയാറുണ്ടേ. പിന്നെ വീട്ടിൽ ഈ ഇത് സാമ്പത്തികമൊക്കെ കാരണം എനിക്ക് അങ്ങ് ചാനലിലൊന്നും പോകാൻ പറ്റുന്നില്ല. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നിട്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചാനലൊക്കെ കയറണമെന്നുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്നെ സഹായിക്കണം. ഇപ്പോൾ പറഞ്ഞാൽ വീട്ടിൽ സാമ്പത്തിക കുറവൊക്കെ കൊണ്ടാണ് ഞാനിപ്പം ചാനലൊക്കെ കയറാതെ കയറാൻ പറ്റാത്തത്. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. ഡേ 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 കേൾക്കണോ പ്രിയ കൂട്ടരെ. പ്രസീത ചാലക്കുടി എന്ന് പറഞ്ഞ ആൻറ്റി അടുത്ത് നിന്ന് പാടണമെന്ന് എനിക്ക് ഭയങ്കര ആശയാണ്. ആൻറ്റിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ പോയി കണ്ടിട്ടുമുണ്ട്. പക്ഷെ പാടാൻ പറ്റത്തില്ലെന്നോ അടുത്ത് പോയി നിന്ന് പാടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമമേ ഉള്ളൂ. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എൻ്റെ കാട്ടു ചോലക്കിളിയേ. കനവാകും കടമേന്തി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എൻ്റെ ഓളഞ്ഞാലിക്കിളിയേ. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എൻ്റെ കാട്ടു ചോലക്കിളിയേ. എൻ്റെ പേര് അഭിരാജ് എന്നാണ്. ഞാൻ പഠിക്കുന്നത് മാങ്കോട് GHS സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് മാങ്കോടാണ്. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മുമ്മയുണ്ട്, ഞാനുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്. പിന്നെ എനിക്ക് ചാനലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വീട്ടിൽ ഈ ഇത് സാമ്പത്തികമൊക്കെ കാരണം എനിക്ക് അങ്ങ് ചാനലിലൊന്നും പോകാൻ പറ്റുന്നില്ല. മോൻ്റെ അടുത്ത് ആദ്യം ആരാ മോനകത്ത് പാട്ടുകാരനുണ്ട് എന്ന് പറഞ്ഞത്? അതായത് നന്നായിട്ട് പാടുന്നുണ്ട്, പാട്ട് പാടണമെന്ന് പറഞ്ഞ് മോൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ആരാന്ന് പറഞ്ഞിട്ടുണ്ടോ? പാട്ട് പാടുന്നു പറഞ്ഞത് അതോ മോൻ സ്വന്തമായിട്ട് പാട്ട് പാടിയപ്പോൾ ഓരോരുത്തർ പറഞ്ഞതാണോ? വീട്ടിൽ ആദ്യം അച്ഛൻ പാടുമായിരുന്നു. അപ്പോൾ അച്ഛൻ പാടുന്നതുകൊണ്ട് എനിക്കും പാടണമെന്ന് തോന്നി, ഞാൻ പാടി. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, പാട്ട് പഠിക്കാൻ പോകുന്നില്ല. പാട്ട് പഠിക്കാൻ നോക്കി കേട്ടാണ് പഠിച്ചത്? കേട്ട് പഠിക്കുന്നു. അച്ഛനാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പാട്ട് പാടാൻ? മോൻ സ്റ്റേജ് പ്രോഗ്രാമുകളിലോ അങ്ങനെ സ്കൂളിലെ പ്രോഗ്രാമുകളിലോ അങ്ങനെയൊക്കെ പാടാറുണ്ടോ? പോയിട്ടുണ്ട്. ആദ്യമായിട്ട് പാടിയ സ്റ്റേജ് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഞാനോ? ആദ്യം ഞാൻ സ്കൂളിലാണ് പാടുന്നത്. സ്കൂളിലെ സ്റ്റേജിലാണ് ആദ്യം ഞാൻ പാടുന്നത്. എത്രാം ക്ലാസ് വെച്ചായിരുന്നു അത്? 8 സമയത്തൊക്കെ ആയിരുന്നു. അന്ന് സ്റ്റേജിൽ പാടിയ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ മോന്? അന്ന് ഞാൻ പാടുന്നതല്ല, കരിങ്കാളി എന്ന് പറഞ്ഞ സോങ് ആണ് പാടുന്നത്. കരിങ്കാളി എന്ന് പറഞ്ഞ് പാടുന്ന സോങ് ആണ് ആദ്യത്തെ സ്റ്റേജ്. ആ സ്കൂളിലെ സ്റ്റേജ് തന്നെയല്ലേ? അത് മോന് ആഗ്രഹം തോന്നി പാടിയതാണോ അതോ ടീച്ചർമാരൊക്കെ നിർബന്ധിച്ച് പഠിപ്പിച്ചാണോ? ഞാൻ ആ പാട്ട് പഠിച്ചെനിക്ക് അവിടെ പാടണം ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ പാടിയ. അങ്ങനെ എന്നാ പിന്നെ ആ പാട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്, എരിവറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർ മുടിക്കെന്തിനി മുല്ലപ്പൂ മലര്, കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ്, കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനും പാട്ടുകാരിയൊക്കെയാണ് ആരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരെന്ന് വെച്ചാല് ഏറ്റവും ഇഷ്ടം ബാനർജി എന്ന് പറഞ്ഞ നാടൻ പാട്ട് കലാരംഗത്തെ.
പാട്ടുകാരി ആരാണ്? പാട്ടുകാരനെ തോന്നി പാട്ടുകാരി ആരാണ്? പാട്ടുകാരി അങ്ങനൊന്നുമില്ല, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ? നാടൻ പാട്ടുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. സ്റ്റേജിൽ മോൻ ട്രൂപ്പിലൊക്കെ പാടാൻ പോകാറുണ്ടോ? ട്രൂപ്പിലോ? ഇത് ഗാനമേള ട്രൂപ്പുകളിലൊക്കെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഗാനമേള ട്രൂപ്പ് ഉണ്ട്. അപ്പം അവിടെ മോന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ പാട്ട് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? അതായത് ഏറ്റവും കൂടുതൽ പേര് പാടണമെന്നൊക്കെ പറയുന്ന ഏതെങ്കിലും പാട്ട്? ഞാൻ അവിടെ കൂടുതലും പാടിയിട്ടുള്ള ഒരു കാറ്റ് എന്ന് പറഞ്ഞ പാട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം കേട്ടിട്ടുള്ള ആ പാട്ട് തന്നെയാണല്ലോ. സ്കൂളിൽ കൂട്ടുകാരൊക്കെ കൂടിയിരുന്നിട്ട് കൂട്ടുകാരൊക്കെ എങ്ങനെയാ? നല്ല സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ടാ. മോന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആഗ്രഹം എനിക്ക് വലുതായിട്ട് ഈ പാട്ട്, നാടൻ പാട്ട് കലാരംഗത്തേക്ക് തന്നെ വരണമെന്നാണ് ആഗ്രഹം. ചാനലിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടോ? ഉണ്ട്. ഏതെങ്കിലും അങ്ങനെ ആരെങ്കിലും വന്ന് ഇന്റർവ്യൂ എടുക്കുക അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ചാനലിലേക്ക് വല്ലതും പാടാനുള്ള അവസരം വല്ലതും? ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതെ. പിന്നെ സ്കൂളിലെ ടീച്ചർമാരുടെയും അല്ലെങ്കിൽ കൂട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്, കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ പാട്ട് പഠിക്കാൻ പോവാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണോ മോൻ പഠിക്കാൻ പോവാത്തെ? അതെ, വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് പാട്ട് പഠിക്കാൻ പോകാൻ പറ്റാത്തത്. നമ്മള് നാടൻ പാട്ടല്ലാതെ മോൻ സിനിമാ പാട്ടുകൾ അങ്ങനെ വല്ലതും പാടാറുണ്ടോ? സിനിമാ പാട്ടൊന്നും അങ്ങനെ പാടത്തില്ല, കേൾക്കുമ്പോ കേട്ട് പഠിച്ചതാണ്. ഫുള്ള് പാട്ടുകളും കേട്ട് പഠിച്ചതാണ്. നാടൻ പാട്ടുകളാണ് കൂടുതലും പാടുന്നത്. ഇപ്പം മോന് ഏതെങ്കിലും ഒരു നാടൻ പാട്ട് പാടി, അതായത് ഒരു ഗാനമേള സ്റ്റേജിൽ പാടി, ആ സ്റ്റേജിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതില് ഞാൻ പാടിയത് ഈ കല്ലേരി അമ്പലം ഉണ്ടല്ലോ, അവിടെ പാടി എനിക്കൊരിതുണ്ട്. വീണ്ടും പാടണമെന്നുണ്ട് എനിക്ക് അവിടെ. മോശമായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നെ കൊണ്ട് പാടാനൊന്നും അറിയില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, എല്ലാവരും നല്ല ഇതായിട്ട് തന്നെയാണ്. നാട്ടിലുള്ളവരുടെ വീടിന്റെ അടുത്തുള്ളവരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സ്കൂളില് ഒരു ഹീറോ ആണോ പാട്ടൊക്കെ പാടി ക്ലാസ്സിലൊക്കെ? അങ്ങനെയൊന്നുമില്ല, സ്കൂളിൽ ടീച്ചർമാരൊക്കെ പാടും പറയുമ്പോൾ പാടും. പിന്നെ എന്റെ കൂട്ടുകാരനെ പാടും, കൂട്ടുകാരന്മാരുണ്ടോ അവന്മാരൊക്കെ പാടും. എല്ലാരും കൂടി ഒരുമിച്ച് പാടും അല്ലേ? മോന് ജീവിതത്തിൽ ആരെങ്കിലും കൂടെ സ്റ്റേജിൽ ഒരുമിച്ച് നിന്ന് പാടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ആരുടെ കൂടാണ് ഒരുമിച്ച് നിന്ന് പാടണമെന്ന് തോന്നിയിട്ട്? പിന്നെ പ്രസീത ചാലക്കുടി എന്ന് പറഞ്ഞ അവരുടെ കൂടെ സ്റ്റേജിൽ പാടണമെന്ന് തോന്നിയിട്ടുണ്ടല്ലേ? പ്രസീത ചാലക്കുടി പുള്ളിക്കാരിയുടെ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ടോ? ഇപ്പൊ പുള്ളിക്കാരിയുടെ കൂടെ ഒരു സ്റ്റേജിൽ ഒരു പാട്ട് പാടാനൊരു അവസരം കിട്ടിയെന്ന് വിചാരിക്കുക, മോൻ ഏത് പാട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്? കേൾക്കണോ പ്രിയ കൂട്ടരെ? പിന്നെ അത് നമുക്കൊന്ന് പാടാം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. ഡേ 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 കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. എന്തുകൊണ്ടായി നാടൻ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം തോന്നാൻ കാരണം? നാടൻ പാട്ട് ഈ പറഞ്ഞ പ്രസീത ചാലക്കുടി എന്ന് പറഞ്ഞ ആന്റി പാടുന്നതും അങ്ങനെ ഇങ്ങനെ മണിച്ചേട്ടനൊക്കെ പാടുന്ന കേട്ട് എനിക്ക് ഇതുപോലെ. മണിച്ചേട്ടന്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണോ? മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണോ? നമുക്ക് വേണ്ടിട്ട് മണിച്ചേട്ടന്റെ ഏതെങ്കിലും രണ്ട് പാട്ട് പാടിത്തരാമോ? മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ.
മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്ന്, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നിട്ട് നീ തന്ന കുഞ്ഞു നുറുങ്ങുവട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, കൂട്ടിനു ഞാനും വന്നോട്ടെ. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് അല്ലെങ്കിൽ ആരാധകരോ ഇത് പാട്ട് കേൾക്കുന്നവരോട് മോൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചാനലൊക്കെ കയറണമെന്നുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്നെ സഹായിക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ വീട്ടിൽ സാമ്പത്തിക കുറവൊക്കെ കൊണ്ടാണ് ഞാനിപ്പം ചാനലൊക്കെ കയറാതെ എനിക്കൊരു കയറാൻ പറ്റാത്തത്. അപ്പോൾ ആ സങ്കടം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. എന്താ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ പ്രസീത ചാലക്കുടി എന്ന് പറഞ്ഞ ആൻറ്റി അടുത്ത് നിന്ന് പാടുന്നത് എനിക്ക് ഭയങ്കര ആശയാണ്. ആൻറ്റിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ പോയി കണ്ടിട്ടുമുണ്ട്. പക്ഷെ പാടാൻ പറ്റത്തില്ലെന്നോ അടുത്ത് പോയി നിന്ന് പാടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമമേ ഉള്ളൂ. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്നെ സഹായിക്കണം. ഓർമ്മയിൽ ബാല്യം എനിക്കെൻ്റെ നല്ല വഴി കാട്ടി, ബാല്യത്തിൽ ഓർമ്മകൾ എപ്പോഴും എപ്പോഴും കണ്ണു നനച്ചിടുമേ. ഓർമ്മയിൽ ബാല്യം എനിക്കെൻ്റെ നല്ല വഴി കാട്ടി, ബാല്യത്തിൽ ഓർമ്മകൾ എപ്പോഴും എപ്പോഴും കണ്ണു നനച്ചിടുമേ. അച്ഛനും അമ്മയും പേറിയ പേറിയ ദുഃഖങ്ങളേറെയുണ്ടേ, അച്ഛനും അമ്മയും പേറിയ പേറിയ ദുഃഖങ്ങളേറെയുണ്ടേ. ഓർമ്മയിൽ ബാല്യം എനിക്കെൻ്റെ നല്ല വഴി കാട്ടി, ബാല്യത്തിൽ ഓർമ്മകൾ എപ്പോഴും എപ്പോഴും കണ്ണു നനച്ചിടുമേ. ചോരുന്ന കൂരട കീഴിൽ ഞങ്ങൾ അന്തിയുറങ്ങുമ്പോളേ, മിന്നുന്ന മിന്നലുമിടിയും ഞങ്ങളെ പേടിപ്പെടുത്താറുണ്ടേ. ചോരുന്ന കൂരട കീഴിൽ ഞങ്ങൾ അന്തിയുറങ്ങുമ്പോളേ, മിന്നുന്ന മിന്നലുമിടിയും ഞങ്ങളെ പേടിപ്പെടുത്താറുണ്ടേ. അമ്മയും ഞാനും കുഞ്ഞനുജത്തിയും പൊട്ടിക്കരയാറുണ്ടേ. കണ്ണു തുടച്ചുകൊണ്ടമ്മ പറയും അച്ഛനിപ്പോൾ വരുമേ. അമ്മയും ഞാനും കുഞ്ഞനുജത്തിയും പൊട്ടിക്കരയാറുണ്ടേ. കണ്ണു തുടച്ചുകൊണ്ടമ്മ പറയും അച്ഛനിപ്പോൾ വരുമേ. ഓർമ്മയിൽ ബാല്യം എനിക്കെൻ്റെ നല്ല വഴി കാട്ടി, ബാല്യത്തിൽ ഓർമ്മകൾ എപ്പോഴും എപ്പോഴും കണ്ണു നനച്ചിടുമേ.